എസെക്കിയേലിന്റെ പുസ്തകം 16-ാം അധ്യായം. യെരുശലേം എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് പറയുന്നത് ഈ യെരുശലേം എന്ന് പറയുന്ന ദേശം അതൊരു വെളിമ്പറമ്പായിരുന്നു. സാധാരണ ഒരു പറമ്പായിരുന്നു. അതിൻ്റെ മേൽ അകൃത്യമുണ്ടായിരുന്നു, അഴുക്കായിരുന്നു. ആർക്കും ദയ തോന്നാതെ ചുമ്മാ കിടന്നൊരു പറമ്പ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ശ്രദ്ധാകേന്ദ്രമായ സ്ഥലമാക്കി ഞാൻ മാറ്റി. ഒരു ദേശത്തെക്കുറിച്ചാണ് പറയുന്നത് ഓർക്കണം. കർത്താവിൻ്റെ ദൃഷ്ടി വീണപ്പോൾ, കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു പറമ്പിന്റെ സ്റ്റാറ്റസ് മാറിയുണ്ടോ? കർത്താവ് ഇത് എഴുതാൻ കാര്യം എന്താണ്? നിന്റെ മഹത്വം വർദ്ധിച്ചപ്പോൾ, നിന്റെ പ്രശസ്തി വർദ്ധിച്ചപ്പോൾ അത് നിനക്ക് പാപഹേതുവായില്ലേ? പൈസയും കാറും ബംഗ്ലാവും വന്നപ്പോൾ കർത്താവിൽ നിന്ന് അകലാനിടയായെങ്കിൽ കർത്താവ് മണ്ടനായില്ലേ? കർത്താവ് ചോദിക്കും, ഞാൻ തന്ന നന്മകൾ, ഞാൻ തന്ന വസ്ത്രം, ഞാൻ തന്ന ഭക്ഷണം, ഞാൻ തന്ന എണ്ണ, അത് നീ വിഗ്രഹങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് ന്യായമാണോ? അതുകൊണ്ട് എന്ത് പറ്റും? പ്രവാസം, യുദ്ധം, കഷ്ടം, ബുദ്ധിമുട്ട്, ശാപം, ദുഃഖം നമുക്ക് ഗുണപാഠമാണ്. നമ്മൾ സാധാരണക്കാരായിരുന്നു. അസാധാരണ പ്രവൃത്തി നമ്മൾ ചെയ്തു. പാപം നീക്കി ദൈവം നമ്മളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരണം തന്നു, നീതീകരണം തന്നു. നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചു, ഉത്സവവസ്ത്രവും ധരിപ്പിച്ചു. നമ്മൾ അവരോട് വിശ്വസ്തനായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ലത് തന്നെ.